അറിയാൻ വേണ്ടിയുള്ള ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. നമ്മുടെ റിയാൻ കുട്ടൻ. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. അവൻ ഒറ്റയ്ക്ക് വരണം. സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ ഓക്കെ. ഹായ് റിയൻ കുട്ടാ. ഹായ് മധു സാറേ. നല്ല കുർത്തയും പൈജാമയാണല്ലോ. വെള്ള വൈറ്റ് ആൻഡ് വൈറ്റ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പോയി നല്ല ഹാപ്പി ആയിരുന്നു. ആണല്ലേ? മറ്റേ കൺമണി പൂവൊക്കെ പാടിയില്ലേ ബിനുചേട്ടൻ. ആ ചേട്ടനൊക്കെ പറഞ്ഞ എന്താന്നറിയോ? എന്ത് പറഞ്ഞു? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാടാൻ അവസരം കിട്ടിയെന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓ അത് ശരി. പിന്നെ എന്തൊക്കെ വിശേഷം? എന്റെ അനിയത്തി ഇച്ചിരി കുറച്ച് കുസൃതിയൊക്കെ എന്തൊക്കെ കുറുമ്പാണ് അനിയത്തിയുടെ? ഇപ്പൊ TV ഒക്കെ വെക്കാൻ അറിയാം അനിയത്തിക്ക്. ആണോ? അപ്പം TV ഒക്കെ വെച്ചിട്ട് ഷോർട്സ് ഒക്കെ കാണുമ്പോ കുറച്ച് കഴിഞ്ഞാ ഞാനിങ്ങനെ അവളോട് പറയും, റിമോട്ട് താ മോളെ, ഏട്ടന് പാട്ട് വെച്ചതാന്നൊക്കെ പറയും. അപ്പം അവള് തരാറില്ല. അനിയത്തിയുടെ പേരെന്താ? അനിയത്തിയുടെ പേര് ഋതി. പിന്നെ ഒരു സീക്രട്ട് ഉണ്ടേ. റിയാൻ കുട്ടന് ഏറ്റവും ആഗ്രഹം എന്താ? ദാസാറിനെ കാണണമെന്ന്. ദാസാറിനെ കാണുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ദാസാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ റിയാൻ കുട്ടന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി നാട്ടിൽ വരുമ്പോൾ സൗകര്യമായിട്ട് റിയാൻ കുട്ടൻ്റെ കൂടെ സംസാരിക്കാന്ന്. സമാധാനമായി. അപ്പൊ അതൊക്കെ സംഭവിക്കും കേട്ടോ. ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? മറക്കുമോ നീ എന്റെ മൗനഗാനം. ചോദിച്ചത് ചോദിച്ചത്. ഡീറ്റെയിൽസ് പാടിയത് KJ യേശുദാസ് സാർ. സിനിമ കാരുണ്യം. വർഷം 1997. ലിറിക്സും മ്യൂസിക്കും കൈതപ്രം സാർ. ഇത് ചിത്രമ്മയും പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ചിത്രമ്മ ഒരു വർഷം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നി. അപ്പൊ കൊള്ളാട്ടാ. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി പാട്ട് കറക്റ്റ് ആയിട്ട് പാടും, നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് റിയാൻ കുട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതാരാ പറഞ്ഞേ? ചേച്ചി തന്നെ. ഞാൻ തന്നെയാണോ? ഓൾ ദി ബെസ്റ്റ്. അതാരാ പറഞ്ഞേ? എല്ലാരും പറഞ്ഞു സാറ്. അയ്യോ മതിയേ, മതി മതി മതി. വേണുഗാനം മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ, വേണുഗാനം.
നിലയ്ക്കാത്ത വേണുഗാനം കാണാതിരുന്നാൽ കരയുന്ന മിഴികളെ കാണുമ്പോൾ എല്ലാം മറക്കുന്ന ഹൃദയമേ ഹൃദയമേ മറക്കാം എല്ലാം നമുക്കിനി മറക്കാം. ആഹാ വെരി ഗുഡ് മോനെ വെരി ഗുഡ്. താങ്ക് യു സാർ, കലക്കി റിയാൻ. താങ്ക് യു സാർ. ഞാൻ ഓടാം. ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും പറയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തോ ഒരു ലംപ് ഇൻ ദ ത്രോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സത്യമായിട്ടുള്ള സംഗീതം കേൾക്കുമ്പോഴാണ് അങ്ങനെ വരിക എനിക്ക് അതെ. പലപ്പോഴും. എന്ന് പറഞ്ഞാൽ അവൻ പാടുന്ന അവന്റെ ശബ്ദത്തിന് ഒരു സത്യസന്ധതയുണ്ട്. കറക്റ്റ്. ആ ശബ്ദത്തില് അതിന്റെ പ്രകാശവും ഒരു ആഴവും നമുക്ക് അളക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതെ അതെ അതെ. ഇപ്പൊ ആദ്യത്തെ നോട്ട് അത് എടുക്കുമ്പോ തന്നെ ഇപ്പൊ മറക്കുമോ ആ ദാ എന്നുള്ള നോട്ട് തന്നെ ഇപ്പൊ ഞാൻ പാടിയത് അത് കുറച്ചുകൂടെ മെക്കാനിക്കലാണ്. പക്ഷെ അവൻ പാടുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു ആത്മാവും കൂടെ ഉള്ളതായിട്ട് അതെ അതെ തോന്നുന്നു. അതെ അതെ. താങ്ക് യു സാർ, അപ്പൊ മാത്രമാണ് ശരിക്കും സംഗീതം ഉണ്ടാവുന്നത്. താങ്ക് യു സാർ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം. എന്ത് രസമായിട്ടാ നീ പാടിയത്. താങ്ക് യു സാർ. അതെ, അതെ, അതെ. ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം പോലെയാണ് അങ്കിൾ ഇങ്ങനെ ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നത്. താങ്ക് യു സാർ. ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂ പോലെ മിഴികൂമ്പി നിന്നൊരാ സന്ധ്യകളും ആ മുറിവേറ്റ കരളിന് മരുന്നായി മാറും അതൊന്ന് പാടാമോ? മുറിവേറ്റ അത് കരൾ. പാടിയപ്പോഴൊരു വിങ്ങലുണ്ടായി എനിക്ക്. ആ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു വിങ്ങൽ വന്ന് ഇങ്ങനെ അതെ. പിടിച്ച് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പിടിച്ചു അതെ വെച്ച അതെ പോലെ. അതെ അതെ. ഒന്നുകൂടെ പാടാമോ അത്? ഒന്നു തൊടുമ്പോൾ നീ താമരപ്പൂ പോലെ മിഴികൂപ്പി നിന്നൊരാ സന്ധ്യകളും ആഹാ. മുറിവേറ്റ കരളിന് മരുന്നായി മാറും നിൻ ആയിരം നാവുള്ള സാന്ത്വനവും മറക്കാൻ കൊതിച്ചാലും തിരി നീട്ടി ഉണർത്തുന്നു മിഴി നിറഞ്ഞൊഴുകുന്ന പ്രിയ നൊമ്പരം. ആഹാ. മതി മതി, ഞാൻ ചുമ്മാ ലിങ്ക് ഇട്ടു. സബാഷ് 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 സബാഷ്. വെരി ഗുഡ് മോനെ. നല്ല Thank you, നല്ല sir. നല്ല രസമായിട്ട് ആ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നു. താങ്ക് യു സാർ. അറിയാൻ കൂട്ടാ എന്തോ അങ്കിള് പറഞ്ഞ അത്രയും അങ്കിളിന് ഒത്തിരി 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 ഇഷ്ടമായെന്നാണ്. ആ പക്ഷെ ഒന്നും മനസ്സിലായി. പറയാൻ പറ്റാതായി പോകുന്നു. കാരണം ഈ പാട്ട് കേട്ടിട്ട് അങ്കിള് സൈലന്റ് ആയി പോകുന്നു. അതാണ് ഒരു മൗനമായി പോകുന്നു. അതെ, അയ്യോ. എത്ര വയലന്റ് ആയിരുന്ന എം ജെ അങ്കിള് സൈലന്റ് ആയി. Violent ആ. അത് ശരിക്കും ആ മറക്കുമോ നീ എന്റെ ആ നീ അത് ശരിക്കും, എന്റെ അതെ, അതെ, രണ്ട് അതെ. മൂന്ന് വേരിയേഷൻസ് പാടിയത് അതെ, അതെ. മൂന്നും മധുസാറും ആര്യ ചേച്ചിയും കോമഡിയുടെ മാസ്റ്റേഴ്സ്. ഇതിപ്പോ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയോ? കാരണം എന്താന്നറിയോ? ആ, നിങ്ങളാ കുട്ടിയുടെ ശബ്ദം ഉണ്ടാക്കിയോണ്ട് തന്നെ അത് ശരി. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളല്ലേ അറിയാങ്കുട്ടാ. അതെ കുട്ടികളാ. അതെ, ആ. മനസ്സിലെല്ലാരും കുട്ടികളാണ്. ആ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതെ ചിരിപ്പിക്കുന്നതും അതെ അതെ അതെ. റിയാങ്കുട്ടൻ ചിരിക്കുന്നതൊക്കെ അതുകൊണ്ടല്ലേ. ആ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ റിയാങ്കുട്ട പാടിയത്. ആ. ആ ഫീല് വരുന്ന ഭാഗങ്ങള് അതൊക്കെ അതിഗംഭീരായിരുന്നു റിയാങ്കുട്ട. താങ്ക് യു ചേച്ചി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. റിയാനെ, ഏ റിയാനെ, എന്തോ? നീ നന്നായിട്ട് പാടിയടാ. ആ. നീ മിടുക്കനാടാ. ആ. നീ ഭയങ്കരനാടാ. അവന്റെ ചിരി എന്ത് രസാ. റിയാൻകുട്ടാ എന്തോ? അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ആ ഫീല് അത് ഓ. നമുക്ക് ശരിക്കും കിട്ടി പാടിയതില് കേട്ടോ. ആ. ഹൈ പിച്ച് പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടെന്നേ ഉള്ളൂ, ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് കൺവേ ചെയ്തു എല്ലാം. ആ. പല്ലവി സൂപ്പറായിട്ട് പാടി, അനുപല്ലവിയും വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അനുപല്ലവിയിൽ എഴുതിയ ചിത്രങ്ങളില്ലേ, ആ. അത് മാത്രം എനിക്കിന്ന് കേൾക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചിത്രങ്ങൾ, ചിത്രങ്ങൾ. അതെ അത് മാത്രം കുറച്ചും കൂടി ഇന്ന് ഫിനിഷ് ആവണമെന്ന് തോന്നി. ആ. ബാക്കിയെല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടമായി. ഇഷ്ടമായി. താങ്ക് യു സാർ. റിയാൻകുട്ടൻസ് എന്തോ? ഇന്ന് മക്കളുടെ മാർക്ക് ആ. 98.25 out of 100. താങ്ക് യു സാർ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം
ഹാപ്പിയാണോ റിയാൻകുട്ടൻ? ആ ഈ വേറൊരു സ്പെഷ്യൽ കാര്യം കൂടി ഉണ്ട്, എന്താണെന്നറിയാവോ? എന്താ? നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ റിയാൻ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ റിയാൻകുട്ടന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അത് ആരാ തരണ്ടേ? ഞാൻ വരട്ടെ. ഞാൻ മതി. ജയചന്ദ്രൻ സാർ. അയ്യോ മിണ്ടാതിരിങ്ങള് കോമഡി മാസ്റ്റേഴ്സ് കുറച്ചേരം മിണ്ടാതിരിക്കാൻ. MJ അങ്കിൾ വെൽക്കം. റിയാൻകുട്ടന് നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഒരു മഴ പെയ്ത പോലെ ഇല്ലേ അതെ അതെ അവന്റെ പാട്ട് കഴിഞ്ഞപ്പോ? അതെ അല്ലേ? നന്നായിട്ട് വരട്ടെ. റിയാൻകുട്ട ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടാറ്റ. ഗുഡ് നൈറ്റ്. തെളിയാത്ത പേന കൊണ്ടെന്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ. ഇന്നത്തെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.